സാധാരണക്കാരിൽ സാധാരണക്കാരിയായതിന്റെ പേരിൽ അധികാരികളിൽ നിന്നും ദുരനുഭവം നേരിടേണ്ടി വന്ന സ്ത്രീയാണ് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിനിയായ ബിന്ദു. ബിന്ദു ജോലിക്ക് നിന്ന വീട്ടിൽ നിന്നും സ്വർണമാല കാണാതെ പോയതു മുതലാണ് ബിന്ദുവിന് നേരെയുള്ള ആക്രമണം തുടങ്ങിയത്. നിരപരാധിയായിട്ടും പോലീസ് സ്റ്റേഷനിൽ നിന്നുൾപ്പെടെ ബിന്ദുവിന് കടുത്ത ശാരീരിക മാനസിക സമ്മർദ്ദങ്ങളാണ് നേരിടേണ്ടി വന്നത്. സംഭവത്തിനു പിന്നാലെ ബിന്ദു താൻ നേരിട്ട ദുരനുഭവങ്ങൾക്കെതിരെ രംഗത്ത് വന്നതോടെയാണ് ഇക്കാര്യം പൊതുശ്രദ്ധയിൽ വന്നത്. ഇപ്പോഴിതാ ദളിത് യുവതിയായ ബിന്ദുവിനെതിരെ പോലീസ് നടത്തിയ അതിക്രമത്തിൽ പേരൂർക്കട SI പ്രസാദിന് സസ്പെൻഷൻ കിട്ടിയിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പാണ് ബിന്ദുവിന്റെ പരാതിക്ക് പിന്നാലെ SIയെ സസ്പെൻഡ് ചെയ്തത്. കഴിഞ്ഞ മാസം 23-ാം തീയതിയാണ് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിനിയായ ബിന്ദുവിനോട് പേരൂർക്കട പോലീസ് ക്രൂരത കാട്ടിയത്. ബിന്ദു ജോലിക്ക് നിന്ന വീട്ടിൽ നിന്നും സ്വർണമാല കാണാതെ പോയി. വീട്ടുകാർ നൽകിയ പരാതിയിൽ ബിന്ദുവിനെ സ്റ്റേഷനിലെത്തിച്ച് മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുകയായിരുന്നു. ക്രൂരതയാണ് തന്നോട് പോലീസ് കാണിച്ചതെന്നും മാല എവിടെടി എന്ന് ചോദിച്ച് ചീത്ത പറഞ്ഞുവെന്നും വിവസ്ത്രയാക്കി പരിശോധന നടത്തിയെന്നും അടിക്കാൻ വന്നുവെന്നും ബിന്ദു ആരോപിച്ചിരുന്നു. അതുമാത്രമല്ല, ബിന്ദുവിന്റെ മക്കളെ കേസിൽ കുടുക്കുമെന്ന് വരെ പോലീസ് അധികാരികൾ ബിന്ദുവിന് നേരെ ഭീഷണി മുഴക്കിയിരുന്നു. എന്നാൽ അടുത്ത ദിവസം തന്നെ കാണാതെ പോയ മാല തിരികെ കിട്ടി. കിട്ടിയതാകട്ടെ മോഷണം നടന്നെന്ന് പറയുന്ന വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു. മാല കാണാതായെന്ന് പരാതി ലഭിച്ചതിന് പിന്നാലെ ബിന്ദുവിനെ തന്നെ കേസിൽ പ്രതിയാക്കാൻ പോലീസ് തിടുക്കം കാട്ടുകയായിരുന്നു. പരാതി ലഭിച്ചതിന് പിന്നാലെ മാല മോഷണം പോയത് തന്നെയാണോ എന്ന് വിശദമായി ഒന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ ആ സ്ത്രീക്ക് ദുരനുഭവങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. പോലീസിന്റെ ക്രൂരത പുറത്തു കൊണ്ടുവരാനായി സംഭവത്തിൽ പരാതി നൽകാൻ ചെന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മോശം അനുഭവമാണ് ഉണ്ടായതെന്നും ബിന്ദു പറഞ്ഞിരുന്നു. താൻ നൽകിയ പരാതി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി വായിച്ചു പോലും നോക്കിയില്ലെന്നും നിസ്സംഗതയോടെയാണ് P. ശശി പെരുമാറിയതെന്നും ബിന്ദു വെളിപ്പെടുത്തിയിരുന്നു. അതും വാർത്തയായതിനു പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്റെ സസ്പെൻഷൻ വാർത്ത എത്തിയിരിക്കുന്നത്.